അപ്പോൾ ഇന്ന് ഉത്രാട ദിനമാണ്. ഉത്രാട ദിനത്തിന് പൂ പറിക്കാൻ വേണ്ടി രാവിലെ എണീറ്റതാണ്. അപ്പോൾ നല്ല മഞ്ഞുണ്ട്. അപ്പോൾ നമ്മുടെ ചെടിയിൽ നല്ല വെള്ളപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയാണ് അമ്മ രാവിലെ കമ്മൽപ്പൂ പറിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പള്ളിക്കൂടെ ചിലപ്പോൾ കുഞ്ചൂസിൻ്റെ ഒക്കെ ബാഗ് കഴുകിയിട്ടുണ്ട്. അമ്മ അതൊക്കെ തറവാട്ട് വീട്ടിൽ പോയിട്ട് പൂവൊക്കെ പറിച്ച് വന്നിട്ട് നമ്മൾ പൈസ കൊടുത്തൊന്നുമല്ല പൂ മേടിക്കുന്നത്. നമ്മുടെ പറമ്പിലെ പൂ തന്നെ പറിച്ചാണ് നമ്മൾ ഇടുന്നത്. നാളെ പൈസ കൊടുത്ത് പൂവ് മേടിച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് കമ്മൽപ്പൂവൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ചേട്ടൻ ഇന്ന് പണിയുണ്ട്, ഉച്ചവരേ ഉള്ളൂ, എന്നിട്ട് തിരിച്ച് വരും. ഇത് നമ്മുടെ ഓണത്താറ, നമ്മളതിന് അങ്ങനെ എന്തായാലും ചേരി എന്തോ അങ്ങനെയൊക്കെ പറയാം. നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ കമലുണ്ട്. ആ പൂ ഒരു ഇലയാണ് കേട്ടോ. ഇതിപ്പോൾ പുഴയിൽ പോയി അമ്മ പറിച്ചുകൊണ്ട് വന്ന ഇലയാണ്. അപ്പോൾ അടിപൊളി പൂക്കളെ ഇടാൻ വേണ്ടി അമ്മ അത് അടുത്ത വീട്ടിൽ പൂ പറിക്കുന്നുണ്ട്. ലീലമ്മേൻ്റെ വീട്ടിൽ ഒരു മെറൂൺ കളർ പൂവുണ്ട്. ആ പൂവും പറിച്ചിട്ട് വന്നിട്ട് ഇതാ ഇന്ന് നമ്മൾ അധികം മോഡലൊന്നും ഇടുന്നില്ല, വെറും വട്ടത്തിലാണ് പൂ ഇടുന്നത്. കൊഞ്ചുസും രാവിലെ എണീറ്റിട്ട് അമ്മയുടെ പൂ ഇടാൻ കൂടിയിട്ടുണ്ട്. ചെറിയ പൂക്കളമാണ് ഇടുന്നത്. അതാ കൊഞ്ചൂസ് നല്ല പൂ ഇടാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടതാ. എങ്ങനെ ഇടണമെന്ന് അറിയില്ല, എന്തോ ഐഡിയ ഉണ്ട് പുള്ളിക്ക്. അത് അമ്മയുടെ വട്ടം ഇടാൻ വേണ്ടി ഇരിക്കുവാണ്. അതാ അതിനാ നമ്മൾ പുഴയിൽ നിന്ന് പറിച്ച പൂവേല അമ്മ വട്ടത്തിലിട്ടിട്ടുണ്ട്. ആ വട്ടത്തിലിട്ട് വെക്കുന്നുണ്ട് ആ പൂവ് ഇല. അതാ കൊഞ്ചൂസ് പലകയിലൊക്കെ ഇരുന്നാണ് പൂ ഇടുന്നത്. പൂ ഇട്ടിട്ട് പുള്ളിക്കാർ അപ്പുറത്തേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ പൂക്കൾ ഇതുള്ളൂ. ലാസ്റ്റ് പൂവെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ റാണി